അവ്വലു ഖൽഖില്ലാഹി, അള്ളാഹുവിന്റെ സൃഷ്ടി പ്രതിഭാസ സംവിധാനത്തിന്റെ തുടക്കമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് നൂറും മിൻ നൂരില്ലാഹിയാണ്, നൂറുൻ അലാ നൂറാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു വൽ മുഅ്മിനൂന മിൻ റശഹാത്തി നൂരി, എന്റെ നൂറിൽ നിന്നുമുള്ള കിരണങ്ങളാണ്, രശ്മികളാണ് യഥാർത്ഥ മുഅ്മിനുകൾ നേടിയിട്ടുള്ളത്. അവർ കൈവരിച്ചു, സംരക്ഷിക്കുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അന്നഫ്സുൽ കാമില, അത് നിത്യവസന്തമാണ്, കാലാതീതമായ സിദ്ധികളിലേക്ക് വഴിവെക്കുന്ന ഒരു ഉന്നതമായ അവസ്ഥയാണ്. ഫിത്രത്തുല്ലാഹിയാണ്, അപ്പോഴതിന് ആ ഗുണമുണ്ടാകും. അവിടെ ജീവമരണ വർഷകാല ഭാവി ഭൂത വർത്തമാന ഭേദങ്ങളൊന്നുമില്ല. ഇതാണ് മഹാത്മാക്കളുടെ മഹത്വം. അൽ മുഅ്മിനൂൻ എന്ന വിഭാഗത്തിന്റെ ഗാംഭീര്യതയുടെ അടിത്തറയാണത്, അന്നഫ്സുൽ കാമില. അതെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് എന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ പറഞ്ഞത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. അത് പക്ഷേ പരിപാലിക്കാൻ കഴിയാത്തവരെന്തായി? ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സുറാനിഹി ഔ യുമജ്ജിസാനിഹി. അത് സങ്കുചിതമായ അർത്ഥം വെക്കരുത്. അവന്റെ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ എന്നല്ല, അവനെ വളർത്തുന്ന സാഹചര്യം, അത് ആയമാരാകാം, പഠിക്കുന്ന വിദ്യാലയങ്ങളാകാം, വളർന്നു വരുന്ന സിറ്റുവേഷനാകാം. അവൻ ഏതെങ്കിലും സംസ്കാരത്തിലേക്ക് വഴിമാറിപ്പോകും. യുനസ്സുറാനിഹി ഔ യുഹവ്വിദാനിഹി ഔ യുമജ്ജിസാനിഹി എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ആദർശ വ്യതിയാനത്തിന്റെ തലങ്ങളാണത്. അതെന്ത് പേരിട്ട് വിളിച്ചാലും അതിലേക്കൊക്കെ പോകുന്നത് എപ്പോഴാണ്? സാഹചര്യത്തിന്റെ ദുസ്സമ്മർദ്ദം കൊണ്ടാണ്, അടിമപ്പെടുകയാണ്. ആദ്യം ആരായിരുന്നു അവൻ? അന്നഫ്സുൽ കാമിലയിൽ നിറവാറുന്ന പ്രകാശത്തിലായിരുന്നു ആദരവായ റസൂലുള്ളാഹിയുടെ ആ ചൈതന്യം. അതാണ് പരിശുദ്ധ ഖുർആനില് വഅലമൂ അന്ന ഫീക്കും റസൂലല്ലാഹ്, നിങ്ങൾ അറിയണം. വഅലമൂ എന്ന് പറയുമ്പോൾ പലരും ബോധവന്മാരല്ലാത്ത വിഷയം പറയുമ്പോഴാണ് അങ്ങനെ പറയേണ്ടി വരിക. നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഗ്രഹിക്കണം. അന്ന ഫീക്കും റസൂലല്ലാഹ്, ഫിത്രത്തുല്ലാഹിയുടെ ശരിയായ ആദ്യ രൂപമാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്നാണ് അൽ ഖൽഖുൽ അവ്വൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വഹദത്തുൽ വുജൂദ്, ആ പ്രഥമ യൂണിറ്റ്, ദ ഫസ്റ്റ് യൂണിറ്റ്, സൃഷ്ടി സംവിധാനത്തിന്റെ തുടക്കം. അപ്പോഴ് വഅലമു അന്ന ഫീക്കും, നിങ്ങളിൽ കുടികൊള്ളുന്നു റസൂലുള്ളാഹി, അവിടുത്തെ നൂറ്, അവിടുത്തെ ചൈതന്യം നിങ്ങളിൽ. ബിനൂരി റസൂലില്ലാഹി അശ്റാഖത്തിദ് ദുനാ ഫഫീ നൂരിഹി കുല്ലുൻ യജീഉ വയദ്ഹബൂ. ഇതൊക്കെ നേരത്തെ പ്രമാണങ്ങളിൽ സുസ്ഥിരപ്പെട്ട കാര്യമാണ്. ആദരവായ റസൂലുള്ളാഹിയിൽ നിന്ന് വേണം ആ പ്രകാശത്തെ നമുക്ക് സ്വായത്തമാക്കാൻ. അതിന് മീഡിയകൾ വേണം, അതിന് ഉപാധികൾ വേണം. അൽ ഗായത്തു ഹുവല്ലാഹു സുബ്ഹാന, അടിസ്ഥാന ലക്ഷ്യം അള്ളാഹു മാത്രമാണ്. ആ അള്ളാഹുവിലേക്കുള്ള വസീലയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിവ്യാംശത്തിന്റെ ഒരു കണിക പോലും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ചാർത്തിക്കൊടുക്കാൻ ശരിയായ തൗഹീദ് ഉൾക്കൊണ്ടവർക്ക് സാധിക്കില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ ആ അള്ളാഹു മനുഷ്യവംശത്തിന് ആദിയിൽ നൽകിയ പ്രകാശത്തിന്റെ അടിസ്ഥാനമാണ് അസുലുൽ അർവാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റൂഹുൽ ഖുദ്സ് കൊണ്ട് സംരക്ഷിക്കപ്പെട്ട, വിധാനിക്കപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം.